വരമ്പത്തെ കലമ്പും ഒരു ടയർ തിരച്ചിലും. രാവിലെ അന്ത്രുവിൻ്റെ വീട്ടിൻ്റെ പുറത്ത് കണാരനും അന്ത്രുവും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പിന്നാമ്പുറത്ത് നിന്ന് നല്ല ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു തുടങ്ങിയത്. അന്ത്രുവും കണാരനും കളി നിർത്തി അങ്ങോട്ടേക്ക് ഓടി. അപ്പോൾ കണ്ടത് കളർഫുള്ളാണ്. പാറു വരമ്പത്ത് നിന്നിട്ട് അന്ത്രുവിൻ്റെ വീട്ടിലേക്ക് നോക്കി കലമ്പുന്നതാണ് കണ്ടത്. വഴക്കിടുന്നു. നിന്നെ എനിക്ക് ശരിക്കും അറിയാം. നീ അവിടെ കിട്ടിയത് ഇവിടെയും ഇവിടെ കിട്ടിയത് അവിടെയും പറയുന്നവളാണ്. അതും പറഞ്ഞ് പാറു പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ വീടിൻ്റെ അടുത്തുനിന്ന് ജാനകി പറമ്പിൻ്റെ അറ്റത്ത് ചെന്ന് വിളിച്ചു പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ അതും പറയും അതിനപ്പുറവും പറയും എന്നും പറഞ്ഞ് ജാനകി വീടിനടുത്തേക്ക് തിരിഞ്ഞു വരുമ്പോൾ അതാ അടുത്ത രംഗം. പാറു വീണ്ടും വരമ്പത്ത് വന്ന് നിലവിളിക്കുന്നു, എടീ എടീ, നീ എന്നെ പഠിപ്പിക്കാനായോ? നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല. അതും പറഞ്ഞ് പാറു പിന്തിരിഞ്ഞ് നടക്കാൻ നോക്കുമ്പോൾ ജാനകി വീണ്ടും പറമ്പിൻ്റെ അറ്റത്ത് പോയി പറഞ്ഞു, എനിക്ക് നന്നായി അറിയാം നിങ്ങൾ ആരാണെന്ന്. എനിക്ക് നിങ്ങളെ അറിയുന്നത്ര പിന്നെ ആർക്കാണ് അറിയുക? തൊട്ടടുത്ത് നിന്നാണ് കലമ്പെങ്കിലും 10 പറമ്പിലുള്ളവർ കേൾക്കുന്ന ഉച്ചത്തിലാണ് കലമ്പുന്നത്. ഈ കലമ്പ് വഴക്ക് നടന്നുകൊണ്ടിരിക്കെ കണാരനെ തോണ്ടി അന്ത്രു പറഞ്ഞു, വാടാ, അപ്പുറം പോയി കളിക്കാം. അപ്പോൾ കണാരൻ പറഞ്ഞു, വഴക്ക് നടക്കുന്നിടത്തു നിന്നും കണ്ണെടുക്കാതെ നീ മിണ്ടാതിരുന്ന അന്ത്രു. ഈ കളി കാണാൻ നല്ല രസമുണ്ട്. ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരും. നീ അവിടെ ഇരുന്നേ. ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ കലമ്പ് കണ്ടുകൊണ്ട് മണ്ണുവാരി കളിച്ചു. അപ്പോഴാണ് വരമ്പത്ത് കൂടി ലക്ഷ്മണൻ വരുന്നത്. പാറുവിൻ്റെ മകനാണ്. കലമ്പൊന്നും ശ്രദ്ധിക്കാതെ അവൻ നടന്ന് ഞങ്ങളുടെ അടുത്തെത്തി. കണാരൻ ലക്ഷ്മണനെ നോക്കി ചോദിച്ചു, എന്തിനാപ്പാ നിൻ്റെ അമ്മയും ജാനകിയേട്ടയും കലമ്പുന്നത്? ലക്ഷ്മണൻ പറഞ്ഞു, ഏയ് എനിക്കറിയില്ല. ലക്ഷ്മണൻ, വാടാ കളിക്കാൻ പോകാം. അന്ത്രു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, വലിയ കളി ഇവിടെ നടക്കുന്നു. അപ്പോഴാ അവൻ്റെ ഒരു കളി. നീ അവിടെ ഇരിക്കപ്പാ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ഇന്ന് കഴിയുന്ന ലക്ഷണമില്ല, നാളെയും ഇത് കഴിയുകയില്ല. അതും പറഞ്ഞ് അവൻ താഴെയിരുന്നു. ഞങ്ങളുടെ കൂടെ മണ്ണുവാരി കളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ മൂലയിൽ തൂക്കിയിട്ട അന്ത്രുവിൻ്റെ വണ്ടി ചൂണ്ടിക്കൊണ്ട് കണാരൻ ചോദിച്ചു, നിൻ്റെ വണ്ടി ഒന്ന് താടാപ്പ. അന്ത്രു പറഞ്ഞു, അത് തന്നാൽ ചെറിയ മാമൻ എന്നെ തല്ലും. ഇപ്പോൾ തരാപ്പാ, ഇവിടെ തന്നെ ഉരുട്ടിയിട്ട് തരാം. പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും കണാരൻ വിടാതെ ചോദിച്ചു കൊണ്ടിരുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, കൊടുക്കപ്പാ അവന്. അന്ത്രു ലക്ഷ്മണനെ നോക്കി പറഞ്ഞു, അവന് കൊടുത്താൽ പിന്നെ കാണില്ല, അവനത് പൊട്ടിക്കും. ലക്ഷ്മണൻ കണാരനെ നോക്കി ചോദിച്ചു, എടാ നീ അത് പൊട്ടിക്കോ? കണാരൻ, ഇല്ലപ്പാ, നമ്മൾ കാണാത്തതല്ലേ, ഇങ്ങനെ എത്ര വണ്ടി നമ്മൾ കണ്ടു. ലക്ഷ്മണൻ, നീ എവിടെയാടാ ഓടിക്കുക? അവൻ പറഞ്ഞു, വീടിന് ചുറ്റും മാത്രം, വേറെ എങ്ങോട്ടും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. അന്ത്രു പറഞ്ഞു ലക്ഷ്മണനെ നോക്കിക്കൊണ്ട്. കയ്യിൽ കിട്ടുന്നതുവരെ കണാരൻ അങ്ങനെ തന്നെയാ പറയുക, ഞാൻ എങ്ങോട്ടും പോകില്ലെന്ന്. കണാരൻ, നാണമില്ലാതെ സത്യമായിട്ടും ഞാൻ എവിടെയും പോകില്ല, ഈ വീടിൻ്റെ ചുറ്റും മാത്രം ഓടിക്കും. ലക്ഷ്മണൻ, അന്ത്രു ഒന്ന് കൊടുക്കപ്പ, കുറേ സമയമായില്ലേ ചോദിക്കുന്നത്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോട് അന്ത്രു ചെന്ന് വണ്ടിയെടുത്ത് അവന് കൊടുത്തു. ലക്ഷ്മണൻ നോക്കി അന്ത്രു പറഞ്ഞു, ഇവൻ വീടിന് പുറത്തു പോയാൽ പിന്നെ പറയാം. ലക്ഷ്മണൻ പറഞ്ഞു, കണാര, നീ ഇവിടുന്ന് തന്നെ കളിക്കണം, അല്ലെങ്കിൽ നിൻ്റെ മറ്റേ കാൽ ഞാൻ എറിഞ്ഞു പൊളിക്കും. സത്യമായിട്ടും ഞാൻ എവിടെയും പോകില്ല, ഇവിടെ തന്നെ കളിക്കും. കണാരൻ ഒരു കാലിന് സ്വാധീനം കുറവാണ്. അന്ത്രു കണാരനെ നോക്കി, നീ എപ്പോഴും ഇത് തന്നെയാ പറയൽ. വണ്ടി അവനെ ഏൽപ്പിച്ചു. അവിടെ കലമ്പ് തകൃതിയായി നടക്കുമ്പോൾ കണാരൻ ഭ്രും ഭ്രും വീടിന് ചുറ്റും വണ്ടി ഓടിച്ചു കളിച്ചു. ഞാനും ലക്ഷ്മണനും മണ്ണുവാരി കളിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണാരനെ കാണാനില്ല. ഞാനും ലക്ഷ്മണനും വീടിന് ചുറ്റും പരിധി നോക്കി തിരഞ്ഞ് അവനെ ഒരിടത്തും കാണുന്നില്ല. അന്ത്രു ലക്ഷ്മണനെ ദേഷ്യത്തിൽ നോക്കിയപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അവൻ്റെ വീട് വരെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോഴും അവിടെ കലമ്പ് നിന്നിട്ടില്ല, നോൺ സ്റ്റോപ്പായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണാരൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. എറയത്ത് വാതിൽ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഷെരീഫ് വരുന്നത് കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, കണാരനെ കണ്ടിരുന്നോ? ഷെരീഫ് ചൂണ്ടി പറഞ്ഞു, അതാ അവൻ അസങ്കാട കളിക്കുന്നുണ്ട്. കേട്ട പാതി ഞങ്ങൾ അസങ്കാട ഓടിച്ചെന്നു. അവിടെ ചെന്നിട്ടും ഞങ്ങൾ അവനെ കണ്ടില്ല. അപ്പോൾ കായൻ്റെ അടുത്ത് സലീം ചോദിച്ചു, അന്ത്രു, ലക്ഷ്മണ, നിങ്ങളിത് എങ്ങോട്ടാണ് ഓടുന്നത്? കിതച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ഞങ്ങൾ കണാരനെ തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ സലീം പറഞ്ഞു, അവൻ ഇപ്പോൾ കശുമാവിൻ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അവർ അവിടെ നിന്നില്ല, കശുമാവിൻ തോട്ടത്തിലേക്ക് ഓടിപ്പോയി. തോട്ടം മുഴുവൻ പരതിയിട്ടും അവനെ കണ്ടില്ല. അന്ത്രു ലക്ഷ്മണനെ നോക്കി ദേഷ്യപ്പെട്ടു, നിന്നെ കൊണ്ടാണ് ഞാൻ വണ്ടി കൊടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു. ലക്ഷ്മണൻ പറഞ്ഞു, അവനോട് പാവം തോന്നിയിട്ട് പറഞ്ഞതല്ലടാ അന്ത്രു, ഇപ്പം പാവം ഞാനായി. എപ്പോഴും അങ്ങനെയാണ്, ഒരു സാധനം കൊടുത്താലും അവൻ തിരിച്ചു തരത്തില്ല. ലക്ഷ്മണൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ തിരച്ചിൽ മതിയാക്കി വിഷമത്തോടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിനടുത്ത് എത്തിയപ്പോൾ അതാ കണാരൻ സുഖമായി ടയർ ഉരുട്ടി കളിക്കുന്നു. കണാരനെ അടിക്കാൻ ലക്ഷ്മണൻ ഓങ്ങിയിട്ട് പറഞ്ഞു,
നിന്നോടല്ലടാ പറഞ്ഞത് ഈ വീടിന് ചുറ്റും ഓടിയാൽ മതിയെന്ന്. എങ്ങോട്ടും പോകില്ലെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ നിനക്ക് വണ്ടി തന്നത്. അന്ത്രു ഒന്നും പറയാൻ നിന്നില്ല. അവൻ നേരെ ചെന്ന് കണാരൻ്റെ കയ്യിൽ നിന്നും ടയർ പിടിച്ചു വാങ്ങി. എന്നിട്ട് കിണറ്റിൻ്റെ അരികിൽ ചെന്ന് അത് നന്നായി കഴുകി ഉണക്കാൻ വെച്ചു. എന്നിട്ട് അന്ത്രു കണാരനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി നീ വാ എൻ്റെ വണ്ടി ചോദിക്കാൻ. അപ്പോഴും പശ്ചാത്തലത്തിൽ ആ കലമ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പാറുവിൻ്റെ ശബ്ദം പാടെ അടഞ്ഞുപോയിരുന്നു. ശുഭം. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കണും ഒന്ന് നിൽക്കണേ.